എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മഴയും വെള്ളമൊക്കെ കാരണം പിള്ളേർക്കൊക്കെ അവധിയല്ലേ. ഇപ്പോൾ 2-3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് അവധി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിരമ്പുഴയിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരോട് അതിരമ്പുഴയിലേക്ക് പോവാണ്. അതിരമ്പുഴ MG യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളുടെ വീട്. ഇത് നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ താഴോട്ട് ജസ്റ്റ് ഒരു ചെറിയ വഴി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ആ നേരെ കാണുന്ന ആ വഴി ജസ്റ്റ് ഒന്ന് തിരിയുന്നത് MG യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങൾ വന്നു. സുധാമ അവിടെ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ദേണ്ട വിച്ചൂട്ടനും എവൂട്ടനും ഫസ്റ്റ് തന്നെ കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഗാർഡൻ ടൂർ എന്നൊക്കെ വേണേൽ പറയാം. ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കാണും കേട്ടോ. ഇപ്പോൾ കുറേ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമൊക്കെ വരുത്തി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കുറച്ച് പച്ചക്കറികളും കൃഷിയും കാര്യങ്ങളും അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിതിന് മുമ്പൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നോനിപ്പഴം. അപ്പോൾ അന്ന് 2-3 മാസം മുമ്പേ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 2-3 പഴമൊക്കെ എടുത്തു കേട്ടോ. പപ്പ അത് കഴിച്ചു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കുക. ഇത് കണ്ടപ്പോഴേ വിച്ചുട്ടൻ പറഞ്ഞു വോമിറ്റിംഗ് ഫ്രൂട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞു. അവർ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചേമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് കിളിർത്തു. ഒരു പേരയുണ്ട്. ഇതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഒരു ഒരു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ കൊച്ചു കൊച്ചു കൃഷികളൊക്കെയാണ് കേട്ടോ. പിന്നെ 2-3 ചൂട് കപ്പ അവിടെയുണ്ട്. അത് തഴുതാമയും പനിക്കൂർക്കലൊക്കെയാണ് കേട്ടോ. പിന്നെ കാന്താരിമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ മൾബറി നിൽപ്പുണ്ട് അടുക്കള വശത്തായിട്ട്. അപ്പോൾ അതിൽ 1-2 കുഞ്ഞി കായൊക്കെ ഉണ്ട്. അതിങ്ങനെ പറിച്ചെടുക്കുവാണ് അമ്മ. അപ്പോൾ വിച്ചൂട്ടൻ അത് കഴിക്കാനാന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട്, പക്ഷേ അവർ കഴിക്കുന്നൊന്നുമില്ല, എന്നാൽ എനിക്ക് തരുന്നുമില്ല. അത് ആ കറുത്ത കളറിലൊക്കെ ഇങ്ങനെ കാണാനുള്ള ഒരു രസത്തിന് പറിച്ചെടുക്കുവാണ്. ദേവൂട്ടൻ ആ സമയത്ത് പപ്പായുടെ തോളയിലൊക്കെ കയറി പപ്പ അവനെ എടുത്തുകൊണ്ട് നടക്കുക. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയും കുറച്ച് ചേമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ചേമ്പും കാച്ചിലും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കിണറിൻ്റെ ഭാഗത്തായിട്ട് അവിടെയും കുറേ കാന്താരിമുളകും പാവലും പയറും എല്ലാം അങ്ങനെ ഉള്ള സ്ഥലത്ത് അമ്മ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒരു പച്ചപ്പാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഒത്തിരി മുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചീനിയൊക്കെ ഒരുപാടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ മീനൊക്കെ പീര വെക്കാൻ നേരത്ത് നല്ല ടേസ്റ്റല്ലേ. പച്ചമുളക് ഇടുന്നതിൽ നല്ല രുചിയാണ് ഈ കാന്താരിമുളകൊക്കെ ഇടുന്നത്. കാന്താരിമുളക് തന്നെ പല ടൈപ്പുണ്ട്. 1-2 ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടമുളക്, പിന്നെ ഇത് ഈ പച്ച കളറിലെ, പിന്നെ ഒരു ലൈറ്റ് മഞ്ഞയും പച്ചയും കൂടെ കലർന്ന ആ ഒരു കളറ്. പിന്നെ കിണറിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സ്ഥലമുള്ളൂ, അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ ദേവൂട്ടൻ ഇറങ്ങിയിട്ട് അടുത്ത ആൾ കയറി കേട്ടോ. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് കിണറിൻ്റെ ആ ഭാഗം ഒരു തൊട്ടി, പിന്നെ താഴെ നമ്മുടെ സിറ്റൗട്ട് ആ വശം വരുന്ന, അങ്ങനെ 2 തട്ടായിട്ട് അങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത്. അതിനകത്തെല്ലാം ചെടിയും പച്ചക്കറിയും അങ്ങനെ എല്ലാം വെച്ചിരിക്കുക കേട്ടോ. ഇതിന് ഫ്രണ്ട് മുറ്റാണ്. താഴത്തെ തൊട്ടിയായിട്ട് കിടക്കുന്ന പറഞ്ഞാൽ അവിടെ കുറേ ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ പല സെക്ഷനായിട്ട് ഓരോ ചെറിയ ചെറിയ കണ്ടം വെട്ടിയിട്ട് ഇങ്ങനെ ചിലതൊക്കെ ഗ്രോ ബാഗിനകത്തും കൂടിനകത്തും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇങ്ങനെ കാണിച്ചു തരുന്നൊരു തെങ്ങും കുരുമുളകും പ്ലാവൊക്കെ വാങ്ങിയത്, അതൊക്കെ വെച്ച് കേട്ടോ. തെങ്ങ് ഈ ഒരു സൈഡിലായിട്ട് വെച്ചു. അതിൻ്റെ നേരെ ഇപ്പറയായിട്ട് പ്ലാവും വെച്ചിട്ടുണ്ട്. ഒരു വെണ്ടയിൽ പറിക്കാറായിട്ട് 2-3 വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറേ കാണുന്ന ഇവിടെയാണ് പ്ലാവ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ നെല്ല് നിപ്പുണ്ട്, വഴുതനയും പച്ചമുളകും ഒക്കെ ഇവിടെ, തക്കാളിയൊക്കെ നിപ്പുണ്ട്. ഇതാണ് കുരുമുളക് മേടിച്ചത് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ തിരിയായിട്ടുണ്ട്. 1-2 തിരിയൊക്കെ ആയിട്ടുണ്ട്. കുറ്റിക്കുരുമുളകാണ്. പിന്നെ ഒരു നെല്ലി നിപ്പുണ്ട്. ഈ നെല്ലി ഇത്രയായെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കായൊന്നും പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസമല്ലേ, മൊത്തം പച്ചയായിട്ട്. ഇത് റംബൂട്ടാനിൽ കായുണ്ടായി നമുക്കൊന്നും കിട്ടിയില്ലാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ അണ്ണാനൊക്കെ തിന്ന് പോയി. ഇപ്പം അതേ അടുത്തത് കായ്ച്ചിട്ടുണ്ട്, ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറം ഞാൻ വേറെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിട്ടായിരുന്നു.
ഇത് നമ്മുടെ ഇലഞ്ഞിപ്പൂവാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇലഞ്ഞി മരം. പിന്നെ അതിനകത്ത് പ്ലാവുണ്ട്, അതിൽ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. അതിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. അതിലൊക്കെ നിറയെ മഴ ഒക്കെ പെയ്യുന്ന സമയത്തല്ലേ, അതിലും നിറയെ തിരിയൊക്കെ ആയിട്ടുണ്ട്. പ്ലാവ്, പിന്നെ ഇരുമ്പപ്പുളി, പിന്നെന്താ മാവ് നിപ്പുണ്ട്, റംബൂട്ടാൻ, പിന്നെ കുടംപുള്ളിയുടെ ഒരു ചെറിയൊരിത് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ശരിക്കും നമ്മുടെ മുറ്റത്ത് തന്നെ സൈഡിൽ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുന്ന ശംഖുപുഷ്പം. നീലയുണ്ട്, വെള്ളയുണ്ട്. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് സമയം എല്ലാവരും മുറ്റത്തൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ അമ്മ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. വീഡിയോയിൽ വരുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേറെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കുറച്ച് സമയം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പം ബിച്ചൂട്ടൻ എൻ്റെ മടിയിൽ വന്നിരുന്നു. അപ്പോൾ ദേവൂട്ടൻ അത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം അവനെ ഇരുത്തിയ പോലെ തന്നെ എന്നെ ഇരുത്തെന്ന് പറഞ്ഞ് വന്ന കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുമെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ആരും ക്യാമറയിലേക്ക് നോക്കുന്നില്ല, നോക്കിയിട്ട് പെട്ടെന്ന് തിരിയുന്നു. അതിനിടയ്ക്ക് ബിച്ചൂട്ടൻ കുറച്ച് പാടമൊക്കെ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മാമ്പഴമൊക്കെ കൊണ്ടുവന്നു, മാമ്പഴമൊക്കെ ചെത്തി അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.